ചായപ്പൊടിയാണോ തേയിലയാണോ നല്ലത്? ചായപ്പൊടി നമുക്ക് അഡൾട്രേറ്റ് അല്ലാത്ത മായം ചേർക്കാത്ത രീതിയിൽ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഇന്ന് വിപണിയിൽ മായം ചേർക്കാത്തതായിട്ട് ഒന്നുമില്ല. ചായപ്പൊടിയിൽ പ്രത്യേകിച്ച് നമുക്ക് ചായപ്പൊടിയിൽ തേയിലയുണ്ടോ എന്ന് സംശയം ഉണ്ടാക്കുന്ന അത്രയും മായങ്ങളാണ് ചേർത്ത് വരുന്നത്. കളറിനായിട്ടായാലും അതുപോലെ തന്നെ ഫ്ലേവേഴ്സിനായിട്ടായാലും പല രീതിയിലുള്ള കെമിക്കൽസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ തേയില ആ ഒരു ഇലയാണ് കിട്ടുന്നതെങ്കിൽ അത്രയധികം സൈഡ് എഫക്ട്സ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ചായക്ക് പകരമായിട്ട് ഇത്തരം അപകടകാരിയായ ചായ കുടിക്കുന്നതിന് പകരം തേയില അല്ലെങ്കിൽ ചായപ്പൊടി ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാമെന്നും കൂടി ഞാൻ പറയാം. നമുക്ക് രാവിലെയൊക്കെ ഹെർബൽ ടീകൾ ഉപയോഗിക്കാം. അതായത് സിനമൺ ടീ, ജിഞ്ചർ ടീ, ഹിബിസ്കസ് ടീ, നമ്മുടെ ചെമ്പരത്തി കൊണ്ടുള്ള ടീ, ശംഖുപുഷ്പം ഇട്ടിട്ടുള്ള ടീ, അങ്ങനെ നിങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള ഹെർബൽ ടീകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ രാവിലെയൊക്കെ നിങ്ങൾക്ക് പച്ചക്കറിയുടെ ജ്യൂസുകൾ, അതായത് കുമ്പളനീര്, കുക്കുംബറിൻ്റെ നീര്, ഇതൊക്കെയാണ് ഉപയോഗിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്.